എലത്തൂരിലെ സ്ഥാനാർത്ഥിത്വ തർക്കങ്ങൾക്കിടെ കൺവെൻഷൻ വിളിച്ചതിന്റെ പേരിലും എൻസിപിയിൽ തർക്കം രൂക്ഷം. തിങ്കളാഴ്ച വിളിച്ചു ചേർത്ത കൺവെൻഷനെ എതിർത്തത് ഒരു വിഭാഗം നേതാക്കൾ രംഗത്ത്. ജില്ലാ പ്രസിഡന്റ് മുക്കം മുഹമ്മദിന്റെ നേതൃത്വത്തിൽ വിളിച്ച കൺവെൻഷനെക്കുറിച്ച് മുതിർന്ന നേതാക്കൾ അറിഞ്ഞിട്ടേയില്ല. മേൽ കമ്മിറ്റിയുടെ നിർദ്ദേശമില്ലാതെയാണ് കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നത് എന്ന് എൻസിപി സംസ്ഥാന സെക്രട്ടറി രാമകൃഷ്ണൻ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ആരും തന്നെ അറിയാത്തൊരു യോഗമാണ്. ഇപ്പോൾ ഇലക്ഷൻ നടക്കുന്ന ഈ സാഹചര്യത്തിൽ ഒരു പാർട്ടി പ്രത്യേകമായി യോഗം വിളിക്കുന്ന അത് സുഖകരമായ ഒരു കീഴ്വഴക്കമല്ല. ഇപ്പോൾ ശരിക്കും LDFന്റെ യോഗമാണ് വിളിച്ചു ചേർക്കേണ്ടത്. അങ്ങനെ LDFനെ ശക്തിപ്പെടുത്തേണ്ട യോഗമാണ് ഇപ്പോൾ വിളിച്ചു ചേർക്കേണ്ടത്. നേരെ മറിച്ച് ഇപ്പോൾ ഇങ്ങനെ വ്യത്യസ്ത പാർട്ടികൾ ഇങ്ങനെ യോഗം ചേരുന്നത് LDFനെ ക്ഷീണിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനമായിട്ടേ കാണാൻ പറ്റൂ. അതുകൊണ്ട് ഈ യോഗം മാറ്റിവെക്കണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ബെൻസൺ ബാബുവാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. ബെൻസൺ, എന്താണ് ഇപ്പോൾ അതിലൊരു പരാതിയായി ഉയരുന്നത്? ഈ ഒരു യോഗം വിളിക്കാനുള്ള കാരണം തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നത് കൊണ്ട് അത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് എന്ന് ഉറപ്പാണ്. അതിനെ എങ്ങനെയാണ് നേതൃത്വം നോക്കിക്കാണുക? സ്വാതി സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്കറിയാം NCPയിൽ എലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് വലിയ തർക്കം, രൂക്ഷമായിട്ടുള്ള തർക്കം തന്നെ നിലനിൽക്കുന്ന ഘട്ടമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ നിലനിന്നിരുന്ന തർക്കം അത് അവർ നേതൃയോഗം വിളിച്ചു. അതിനുശേഷം നേതൃയോഗത്തിന് ശേഷം പ്രധാന നേതാക്കൾ തന്നെ തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്ന ഉൾപ്പെടെ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതാണ്. അത്തരമൊരു തർക്കം നിലനിൽക്കുന്ന ഘട്ടത്തിലാണ് ഈ വരുന്ന തിങ്കളാഴ്ച 16-ാം തീയതി കോഴിക്കോട് ടൗൺ ഹാളിൽ വെച്ച് NCPയുടെ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. ആ കൺവെൻഷൻ വിളിച്ചു ചേർത്തത് NCPയുടെ ജില്ലാ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള മുക്കം മുഹമ്മദാണ്. അദ്ദേഹമായിരിക്കും എലത്തൂരിൽ സ്ഥാനാർത്ഥിയാവുക എന്നതുകൂടിയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ജില്ലാ പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലൊരു കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ ഒരു കൺവെൻഷൻ വിളിച്ചു ചേർക്കുന്നതുമായി ബന്ധപ്പെട്ട് മേൽക്കമ്മിറ്റികളിൽ നിന്നും യാതൊരു വിധത്തിലുള്ള അറിയിപ്പും ലഭിച്ചിട്ടില്ല. അതോടൊപ്പം തന്നെ ഇത്തരത്തിലൊരു കൺവെൻഷൻ ഇപ്പോൾ വിളിച്ചു ചേർക്കേണ്ട സാഹചര്യമല്ല. അതായത് എലത്തൂരിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട ഒരു വ്യക്തത ദേശീയ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ലഭിച്ചതിന് ശേഷം മാത്രമേ ഇത്തരത്തിൽ കൺവെൻഷനുകൾ വിളിച്ചു ചേർക്കാൻ പാടുള്ളൂ എന്നുള്ള ഒരു നിർദ്ദേശം അല്ലെങ്കിൽ അത്തരത്തിലൊരു പരാതിയാണ് ഒരു വിഭാഗം നേതാക്കൾ മുൻപോട്ട് വയ്ക്കുന്നത്. നമ്മൾ നേരത്തെ കണ്ടു. ഈ പ്രതികരിച്ചത് നിലവിലെ സ്റ്റേറ്റ് സെക്രട്ടറി കൂടിയായിട്ടുള്ള രാമകൃഷ്ണൻ ആണ്. അദ്ദേഹവും അതോടൊപ്പം തന്നെ മറ്റ് പല നേതാക്കളും ഇത്തരത്തിൽ ഈ ഒരു കൺവെൻഷൻ വിളിക്കുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊന്നും തന്നെ അറിഞ്ഞിട്ടില്ല എന്നതാണ് പറയുന്നത്. AK ശശീന്ദ്രൻ മന്ത്രി ഉൾപ്പെടെ അതോടൊപ്പം തന്നെ മറ്റ് പ്രധാന നേതാക്കളൊന്നും തന്നെ ഈ ഒരു കൺവെൻഷനുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിഞ്ഞിട്ടില്ല എന്നതാണ് അവർ ആരോപിക്കുന്നത്. അതായത് സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകാതെ ഇത്തരത്തിൽ യോഗങ്ങൾ വിളിച്ചു ചേർക്കരുത് എന്നതാണ് ഈ വിഭാഗം നേതാക്കൾ പറയുന്നത്. പക്ഷേ നമ്മൾ ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ പറയുന്നത് നാളെ LDFന്റെ നേതൃയോഗമുണ്ട് കോഴിക്കോട്. ആ LDF നേതൃയോഗത്തിൽ തെരഞ്ഞെടുപ്പിൽ ഓരോ മുന്നണികളും സ്വീകരിക്കേണ്ട നിലപാട്, ഓരോ മുന്നണികളും നടത്തേണ്ട പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ നാളെ വിശദീകരിക്കും. അപ്പോൾ ആ വിശദീകരിക്കുന്ന കാര്യങ്ങൾ NCPയിലെ നേതൃത്വത്തിന് അല്ലെങ്കിൽ NCPയിലെ മറ്റ് ആളുകളെ അറിയിക്കാൻ വേണ്ടിയാണ് കൺവെൻഷൻ വിളിച്ചു ചേർത്തിരിക്കുന്നത് എന്നാണ് ജില്ലാ പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളത്. പൂർണ്ണമായും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട LDFന്റെ വിജയവുമായി ബന്ധപ്പെട്ട് ഏത് നിലത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നടക്കമുള്ള കാര്യങ്ങളാണ് ആ ഒരു കൺവെൻഷനിൽ ചർച്ചയാവുക എന്നുള്ളത് തന്നെയാണ് ജില്ലാ പ്രസിഡന്റ് പറയുന്നത്. അപ്പോഴും ഈ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് എലത്തൂർ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ആ ഒരു തർക്കം അത് വീണ്ടും പല തലങ്ങളിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഈ ഒരു തർക്കങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്വാതി.